ഈ വർഷത്തെ CBSE ക്ലാസ് 10 പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ സയൻസും സോഷ്യൽ സ്റ്റഡീസും പരീക്ഷ എഴുതുന്നതിന് മുമ്പായി അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ 3 സെക്ഷനായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. സെക്ഷൻ എ ബയോളജി, സെക്ഷൻ ബി കെമിസ്ട്രി, സെക്ഷൻ സി ഫിസിക്സ്. അതേപോലെ സോഷ്യൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ 4 സെക്ഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സെക്ഷൻ എ ഹിസ്റ്ററി, സെക്ഷൻ ബി ജോഗ്രഫി, സെക്ഷൻ സി പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് സെക്ഷൻ ഡി എക്കണോമിക്സ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഓരോ സെക്ഷന്റെയും ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അതാത് സെക്ഷനുകളിൽ മാത്രം എഴുതി വെക്കാൻ ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന് ബയോളജിയുടെ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടാതിരിക്കുകയും പിന്നീട് ആ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തി എഴുതുകയും ചെയ്യുമ്പോൾ ബയോളജിയുടെ സെക്ഷനിൽ തന്നെ ആ ഒരു ഉത്തരം എഴുതി വെക്കാനായി ശ്രദ്ധിക്കുക. ഒരിക്കലും കെമിസ്ട്രിയുടെയോ ഫിസിക്സിന്റെയോ സെക്ഷനിൽ ആ ഉത്തരം എഴുതി വെക്കരുത്. ഇങ്ങനെ തന്നെയാണ് സോഷ്യൽ സ്റ്റഡീസിന്റെയും ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതി വെക്കേണ്ടത്. ഹിസ്റ്ററിയിലെ ചോദ്യങ്ങൾ ഹിസ്റ്ററിയുടെ സെക്ഷനിൽ മാത്രം എഴുതി വെക്കുക. എക്കണോമിക്സിന്റെ ചോദ്യങ്ങൾ എക്കണോമിക്സിന്റെ സെക്ഷനിൽ മാത്രം എഴുതി വെക്കുക. അതുപോലെ പൊളിറ്റിക്കൽ സയൻസിന്റെയും ജോഗ്രഫിയുടെയും ചോദ്യങ്ങൾ അതാത് സെക്ഷനുകളിൽ മാത്രം ഉത്തരങ്ങൾ എഴുതി വെക്കുക. ഒരിക്കലും ഒരു സെക്ഷനിലെ ചോദ്യങ്ങളുടെ ഉത്തരം മറ്റൊരു സെക്ഷനിൽ യാതൊരു കാരണവശാലും എഴുതി വെക്കരുത്. ഇങ്ങനെ അശ്രദ്ധമായി എഴുതുന്ന ചോദ്യങ്ങളുടെ ഉത്തരം ഇൻവാലിഡായി കണക്കാക്കുകയും അതിന് ഇവാലുവേഷൻ നടത്തുകയും ചെയ്യുകയില്ല എന്ന് CBSE ലേറ്റസ്റ്റ് സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സോഷ്യൽ സ്റ്റഡീസും സയൻസും പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നന്നായി പഠിച്ചുകൊണ്ട് എല്ലാവർക്കും നന്നായി എക്സാം എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്